നമ്മുടെ ഭൂമി സമാനതകളില്ലാത്ത ഒരു വലിയ കാലാവസ്ഥാ പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും ഗവേഷകരും നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം മനുഷ്യരാശി സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്തത്ര ഭയാനകമായ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കാണ് നാം അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണമായി ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നത് ട്രോപ്പിക്കൽ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയതും അതിശക്തവുമായ എൽനീനോ പ്രതിഭാസത്തെയാണ്. കേവലം ഒരു സാധാരണ കാലാവസ്ഥാ മാറ്റം എന്നതിനേക്കാൾ വരും മാസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വർഷം നവംബർ ഡിസംബർ മാസങ്ങളോടെ ഇതിൻ്റെ പ്രഹരശേഷി അതിൻ്റെ പരമാവധിയിൽ എത്തുമെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അടുത്ത 18 മാസക്കാലം ലോകത്തെ കാത്തിരിക്കുന്നത് കൊടും ചൂടിൻ്റെയും കടുത്ത വരൾച്ചയുടെയും അപ്രതീക്ഷിത പ്രളയങ്ങളുടെയും വിനാശകരമായ നാളുകളായിരിക്കാമെന്ന് വിദഗ്ധർ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണമെങ്കിൽ എന്താണ് എൽനീനോ പ്രതിഭാസമെന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പസഫിക് സമുദ്രത്തിലെ ഭൂമധ്യരേഖ പ്രദേശത്ത്, പ്രത്യേകിച്ചും തെക്കേ അമേരിക്കൻ തീരങ്ങളോട് ചേർന്നുള്ള സമുദ്രോപരിതലത്തിലെ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്ന സങ്കീർണമായ പ്രക്രിയയാണ് ശാസ്ത്രലോകം എൽനീനോ എന്ന് വിളിക്കുന്നത്. സ്പാനിഷ് ഭാഷയിൽ ഉണ്ണിയേശു അല്ലെങ്കിൽ ചെറിയ ആൺകുട്ടി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ക്രിസ്മസ് സമയങ്ങളിൽ ഈ പ്രതിഭാസം കൂടുതലായി പ്രകടമാകുന്നത് കൊണ്ടാണ് തെക്കേ അമേരിക്കയിലെ മത്സ്യത്തൊഴിലാളികൾ ഇതിനെ ആ പേരിട്ട് വിളിച്ചത്. സാധാരണഗതിയിൽ ഭൂമധ്യരേഖ പ്രദേശത്ത് കിഴക്കൻ പസഫിക്കിൽ നിന്ന് പടിഞ്ഞാറൻ പസഫിക്കിലേക്ക്, അതായത് അമേരിക്കൻ തീരങ്ങളിൽ നിന്നും ഏഷ്യൻ തീരങ്ങളിലേക്ക് നിരന്തരം വീശുന്ന വാണിജ്യ വാതകങ്ങൾ അഥവാ ട്രേഡ് വിൻസ് ഉണ്ട്. ഈ കാറ്റുകൾ സമുദ്രോപരിതലത്തിലെ ചൂടുവെള്ളം ഏഷ്യൻ ഓസ്ട്രേലിയൻ തീരങ്ങളിലേക്ക് തള്ളിക്കൊണ്ടു പോവുകയും തൽഫലമായി അമേരിക്കൻ തീരത്ത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പോഷക സമ്പുഷ്ടമായ തണുത്ത വെള്ളം മുകളിലേക്ക് വരികയും ചെയ്യുന്നു. എന്നാൽ എൽനീനോ രൂപപ്പെടുന്ന കാലയളവിൽ ഈ കാറ്റുകളുടെ ശക്തി ദുർബലപ്പെടുകയോ ചിലപ്പോൾ അവയുടെ ദിശ തന്നെ വിപരീതമാവുകയോ ചെയ്യുന്നു. ഇതുവഴി സമുദ്രത്തിലെ ചൂടുവെള്ളം പടിഞ്ഞാറേക്ക് നീങ്ങാതെ കിഴക്കൻ പസഫിക്കിൽ തന്നെ കെട്ടിക്കിടക്കുകയും ആഗോളതലത്തിൽ തന്നെ അന്തരീക്ഷ താപനില വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ഈ വർഷം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൽനീനോയെ ശാസ്ത്രജ്ഞർ വളരെ വലിയൊരു ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ നാം കണ്ടതിനേക്കാൾ വളരെ വേഗത്തിലാണ് പസഫിക് സമുദ്രം ഇപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുന്നത്. ലോക കാലാവസ്ഥാ സംഘടനയുടെയും മറ്റ് പ്രമുഖ ഏജൻസികളുടെയും കണക്കുകൾ പ്രകാരം സമുദ്രോപരിതലത്തിലെ താപനില ഇതിനകം തന്നെ ശരാശരിയേക്കാൾ വളരെ മുകളിലെത്തിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇതൊരു സൂപ്പർ എൽനീനോ ആയി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നവംബർ ഡിസംബർ മാസങ്ങളോടെ ഇത് പാരമ്യത്തിലെത്തുമ്പോൾ ആഗോള കാലാവസ്ഥാ സംവിധാനങ്ങളിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. വെറുമൊരു സമുദ്ര പ്രതിഭാസം മാത്രമല്ല ഇത്, മറിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തെയാകെ സ്വാധീനിക്കുന്ന ഒരു വലിയ കാലാവസ്ഥാ യന്ത്രത്തിന്റെ താളം തെറ്റലാണ്. നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ആഗോള താപനില പുതിയ റെക്കോർഡുകൾ ഭേദിച്ചേക്കാമെന്നാണ്. എൽനീനോയുടെ ഫലങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തികച്ചും വ്യത്യസ്തവും എന്നാൽ തീവ്രവുമായ രീതിയിലായിരിക്കും അനുഭവപ്പെടുക. ചില പ്രദേശങ്ങളിൽ സമാനതകളില്ലാത്ത വരൾച്ച അനുഭവപ്പെടുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ അത് ഭയാനകമായ പ്രളയമായിരിക്കും സൃഷ്ടിക്കുക. ഉദാഹരണത്തിന് ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളെ ഈ എൽനീനോ വളരെ മോശമായി ബാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അവിടെ മഴക്കാലം വൈകാനും മരങ്ങൾ ഉണങ്ങി വൻതോതിൽ കാട്ടുതീ പടർന്നു പിടിക്കാനും നദികൾ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പിലേക്ക് വറ്റി വരളാനും ഇത് കാരണമാകും. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇതിനകം തന്നെ റെക്കോർഡ് ഭേദിക്കുന്ന ഉഷ്ണതരംഗങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. ചൂട് താങ്ങാനാകാതെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും മരണങ്ങളുമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മറുവശത്ത് തെക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളുടെ ചില മേഖലകളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും അപ്രതീക്ഷിതമായ പേമാരിയും വിനാശകരമായ വെള്ളപ്പൊക്കവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ സമുദ്രജലത്തിന്റെ താപനില വർദ്ധിക്കുന്നത് സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെ, പ്രത്യേകിച്ച് പവിഴപ്പുറ്റുകളെയും മത്സ്യസമ്പത്തിനെയും വലിയ തോതിൽ നശിപ്പിക്കും. ഇത് തീരദേശ ജനതയുടെ ഉപജീവന മാർഗത്തെ ഗുരുതരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എൽനീനോ എക്കാലവും വലിയൊരു ഭീഷണിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും കൃഷിയുടെയും ജീവനാഡിയായ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തെ എൽനീനോ വലിയ തോതിൽ ദുർബലപ്പെടുത്താറാണ് പതിവ്. പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന താപനില വ്യതിയാനങ്ങൾ വോക്കൽ സർക്കുലേഷൻ എന്ന് വിളിക്കപ്പെടുന്ന അന്തരീക്ഷ വായു പ്രവാഹത്തെ ബാധിക്കുകയും അതുവഴി ഇന്ത്യയിലേക്ക് മഴക്കാറുകൾ കൊണ്ടുവരേണ്ട കാറ്റിന്റെ ഗതി കിഴക്കോട്ട് തിരിച്ചുവിടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി രാജ്യത്ത് ലഭിക്കേണ്ട മഴയുടെ അളവിൽ ഗണ്യമായ കുറവാണ് ഉണ്ടാകുന്നത്. നിലവിൽ തന്നെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും മൺസൂൺ മഴയുടെ ലഭ്യതയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മഴ കുറയുന്നത് കാർഷികോൽപാദനത്തെ സാരമായി ബാധിക്കുകയും കർഷകരുടെ വരുമാനം ഇടിയാനും ഭക്ഷ്യവസ്തുക്കളുടെ വില കുത്തനെ ഉയരാനും കാരണമാകും. ഇന്ത്യയിൽ വലിയൊരു ശതമാനം ജനങ്ങളും നേരിട്ടോ അല്ലാതെയോ കൃഷിയെ ആശ്രയിക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥാ മാറ്റം രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കാൻ പര്യാപ്തമാണ്. അതോടൊപ്പം രാജ്യത്തെ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുന്നത് കുടിവെള്ളക്ഷാമത്തിനും ജലവൈദ്യുത ഉൽപാദനത്തിൽ വലിയ ഇടിവിനും വഴിയൊരുക്കും. കേരളത്തെ സംബന്ധിച്ചും ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. സമൃദ്ധമായ മഴ ലഭിക്കുന്ന സംസ്ഥാനം എന്ന പേര് കേരളത്തിന് പരക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൽനീനോയുടെ സ്വാധീനം കാരണം കാലവർഷത്തിലും തുലാവർഷത്തിലും ലഭിക്കേണ്ട മഴയുടെ താളം തെറ്റാൻ സാധ്യതയുണ്ട്.
ഇതിനകം തന്നെ വേനൽക്കാലങ്ങളിൽ കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ചൂട് അനുഭവപ്പെടുന്നുണ്ട്. സൂപ്പർ എൽനീനോയുടെ പ്രഭാവം കൂടി എത്തുന്നതോടെ വരും മാസങ്ങളിൽ പകൽ താപനില വലിയ തോതിൽ ഉയർന്നേക്കാം. സൂര്യാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സാധാരണക്കാർക്കിടയിൽ വർദ്ധിക്കാൻ ഇത് കാരണമാകും. അണക്കെട്ടുകളിൽ വെള്ളം കുറയുന്നത് രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്കും വഴിയൊരുക്കിയേക്കാം. പശ്ചിമഘട്ടത്തിലെ ജലസ്രോതസ്സുകൾ വറ്റിവരളുന്നത് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതിനും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായേക്കാം. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന മാസങ്ങൾ കേരളത്തിന്റെ അതിജീവന ശേഷിയുടെ വലിയൊരു പരീക്ഷണ ഘട്ടമായിരിക്കും. ഈ എൽനീനോ പ്രതിഭാസത്തെ കേവലം പ്രകൃതിദത്തമായ ഒറ്റപ്പെട്ട ഒന്നായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യന്റെ ഇടപെടലുകൾ വഴി നാം ക്ഷണിച്ചു വരുത്തിയ ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തര ഫലങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേരുമ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്. വ്യവസായവൽക്കരണവും വനനശീകരണവും വഴി അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ കാർബൺ പുറന്തള്ളിയതിലൂടെ നാം ഭൂമിയുടെ സ്വാഭാവിക താളത്തെ പൂർണ്ണമായും തെറ്റിച്ചിരിക്കുന്നു. ഭൂമി ഇതിനകം തന്നെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇത്രയും ശക്തമായ ഒരു എൽനീനോ കൂടി എത്തുമ്പോൾ അത് എരിയുന്ന തീയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി മാറുന്നു. അതുകൊണ്ടാണ് ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതലായി വിനാശകരമായി മാറുന്നത്. കാലാവസ്ഥാ വ്യതിയാനമെന്ന യാഥാർത്ഥ്യത്തെ നാം ഇനിയും കണ്ടില്ലെന്ന് നടിച്ചാൽ വരും വർഷങ്ങളിലും ഇതിനേക്കാൾ തീവ്രമായ കാലാവസ്ഥാ മാറ്റങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വരും. എൽനീനോ എന്ന സമുദ്ര പ്രതിഭാസത്തെ തടഞ്ഞു നിർത്താൻ മനുഷ്യർക്ക് സാധിക്കില്ലെങ്കിലും അതിൻ്റെ ഭയാനകമായ ആഘാതങ്ങളെ നേരിടാൻ നമുക്ക് മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കും. ജലസംരക്ഷണം എന്നത് കേവലം ഒരു മുദ്രാവാക്യത്തിൽ ഒതുക്കാതെ ഓരോ വ്യക്തിയുടെയും ജീവിതചര്യയുടെ ഭാഗമായി മാറ്റേണ്ട സമയമാണിത്. കാർഷിക മേഖലയിൽ കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് ചെയ്യാവുന്നതും വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുന്നതുമായ പുതിയ കൃഷിരീതികൾ നാം അവലംബിക്കേണ്ടിയിരിക്കുന്നു. സർക്കാരുകൾ തങ്ങളുടെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കുകയും കടുത്ത ചൂടിനെയും ഉഷ്ണതരംഗങ്ങളെയും നേരിടാനുള്ള കർമ്മ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കുകയും വേണം. ചൂടുള്ള സമയങ്ങളിൽ പുറം ജോലികൾ ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കണം. പ്രകൃതി നൽകുന്ന ഈ വലിയ മുന്നറിയിപ്പുകളെ നാം അവഗണിച്ചാൽ കൊടുക്കേണ്ടി വരുന്ന വില നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരിക്കും. വരാനിരിക്കുന്ന വിനാശകരമായ ഈ നാളുകളെ അതിജീവിക്കാൻ സർക്കാരുകളുടെയും അതുപോലെ ശാസ്ത്ര ലോകത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഒറ്റക്കെട്ടായുള്ള പരിശ്രമങ്ങൾ അനിവാര്യമാണ്. ഭൂമിയെ സംരക്ഷിക്കുക എന്നത് ഇനിയൊരു കടമ മാത്രമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം നിലനിൽപ്പിൻ്റെ അനിവാര്യതയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.